ആരോഗ്യമന്ത്രി എന്ന നിലക്ക് പൂർണ്ണമായിട്ട് 100% പിഴവാണ്, 100% പരാജയമാണ് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ ഒരു രാഷ്ട്രീയവും ഇല്ല. ഇവിടെ എൻ്റെ ജീവനും ഞങ്ങൾക്ക് സംഭവിച്ച ഇത്രയും വലിയൊരു നഷ്ടത്തിൽ ഇപ്പോൾ 4 വർഷമാവാനായല്ലോ സംഭവിച്ചിട്ട്. എന്നിട്ട് ഇത്രയും കാലം കൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിലൊരു നീതി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. 2017 നവംബർ 30 എനിക്ക് നടന്ന 3ാമത്തെ സിസേറിയനിലാണ് ഇത് സംഭവിച്ചത്. അതിൽ യാതൊരു സംശയവും എനിക്കുമില്ല, ഇത് അറിയുന്ന മനുഷ്യന്മാർക്ക് ആർക്കുമില്ല. കാരണം അത്രയധികം ഇപ്പോൾ ഇതുവരെ പറഞ്ഞ പോലെ MRI സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൻ്റെ എല്ലാ തെളിവുകളുടെ അടക്കം നമ്മൾ തെളിയിച്ച് കഴിഞ്ഞു. ആ ഒരു 5 വർഷം 4 വർഷവും 10 മാസവും വയറിൽ ഇത് കൊണ്ട് നടന്നു. പല തരത്തിലുള്ള ചികിത്സകൾ നടത്തി, പലതരത്തിലുള്ള ഇൻഫെക്ഷനുകളും പല രൂപത്തിൽ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ എല്ലാതരം ശാരീരിക മാനസിക വേദനകളൊക്കെ സഹിച്ചു ആണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ 2022 സെപ്റ്റംബർ 17 കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത് പുറത്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത്രയും വലിയൊരു സാധനമാണ് വയറിൽ കിടന്നതെന്നും അറിയുന്നതും. അറിഞ്ഞ് നമ്മൾ തന്നെ ഷോക്കായി പോകുന്നൊരവസ്ഥയും അതിന് ശേഷമുള്ള വേദനകളും പ്രയാസങ്ങളും കഴിഞ്ഞ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് സാധാരണ ഒരു നോർമലിലേക്ക് എത്താൻ. അപ്പോൾ പോലീസിന് ഇതൊരു ക്രിമിനൽ കുറ്റം കൂടാണല്ലോ, ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരാളെ വയറ്റിൽ വെച്ച് സർജറിക്കിടെ മറന്നു വെക്കുക എന്നുള്ളത്. നമുക്കുണ്ടായ ഒരു പക്ഷേ നമ്മളെ ജീവൻ പോലും അപകടത്തിലാവും, അല്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടാവുന്നൊരു കാര്യമായിരുന്നു. അതിനുശേഷം മന്ത്രി വന്ന് കെട്ടിപ്പിടിച്ചു ഇത് പരിഹാരം പറഞ്ഞ് നമ്മൾ ആ ഒരു സമരം അവിടെ നിർത്തിക്കുക. അപ്പം അരമണിക്കൂർ നേരം സംസാരിച്ചിട്ട് നമ്മളെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് നമുക്ക് ഇത്രയും നഷ്ടങ്ങളുണ്ട്, അതിനൊരു നഷ്ടപരിഹാരവും ഇത് ചെയ്തവർക്ക് ഒരു ശിക്ഷാ നടപടിയും നിർബന്ധമായി വേണം, അത് ഉറപ്പ് തന്നിട്ടാണ് അവിടുന്ന് മന്ത്രി അവിടെ എല്ലാവരും ഉണ്ട്, നിങ്ങളടക്കം മീഡിയക്കാരടക്കമുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഉറപ്പ് തന്നു പോകുന്നത്. നമസ്കാരം. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ സർക്കാർ ആതുരാലയങ്ങളിൽ നടക്കുന്ന ശസ്ത്രക്രിയകൾ കശാപ്പ് ശാലകളിൽ നടക്കുന്ന ഇറച്ചിവെട്ടിന് തുല്യമായി മാറുന്നു എന്നാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ ഞെട്ടലോടുകൂടി കേരളം കേട്ടു നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ഉഷ ജോസുകുട്ടി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വയറിൽ 5 വർഷമായി ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച കത്രിക മറന്നുവെച്ചു എന്നുള്ള അതിസങ്കീർണമായ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത്. അതിനുശേഷം ഇന്നലെ അവരെ കൊച്ചിയിലുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആ വയറിൽ ഒളിഞ്ഞിരുന്ന അല്ലെങ്കിൽ മറന്നുവെച്ച കത്രിക കണ്ടെടുക്കുകയുണ്ടായി. ഓപ്പറേഷനിലൂടെ കണ്ടെടുത്തു എന്നുള്ളതും ആശ്വാസകരമായ കാര്യമായിരുന്നു. എന്നാൽ ഇതൊരു തുടർക്കഥയായി മാറുന്ന രീതിയിലാണ് പുറത്തു വരുന്ന ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷിന എന്ന് പറയുന്ന ഒരു യുവതിയുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവരുടെ വയറ്റിൽ ഇതുപോലെ ഒരു കത്രിക മറന്നുവെച്ചതായി ഒരു വാർത്ത പുറത്തു വരുന്നു. ഞെട്ടലോട് കൂടിയല്ലാതെ ഇത്തരം കാര്യങ്ങൾ കേട്ടു നിൽക്കാൻ സാധിക്കില്ല. സാധാരണക്കാരന് കടന്നു ചെല്ലാവുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ കൂടുതൽ ലഭ്യമാകുന്നു, നല്ല ചികിത്സ ലഭ്യമാകുന്നു എന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും എല്ലാം കൊട്ടിഘോഷിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ നടക്കുന്ന ശസ്ത്രക്രിയകൾക്ക് ശേഷം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ രോഗിയുടെ വയറ്റിൽ മറന്നു വയ്ക്കുന്ന ചില രീതികൾ ഇപ്പോൾ കേൾക്കുമ്പോൾ പേടി തോന്നുന്നു. കാരണം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞൊഴിയാൻ സാധിക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താറടിച്ചു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രഹസനങ്ങൾ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ പറയുന്നത്. എന്നാൽ വയറിൽ 5 വർഷത്തിലേറെയായി ശസ്ത്രക്രിയാ ഉപകരണം മറന്നുവെച്ച നിലയിൽ, അല്ലെങ്കിൽ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഓപ്പറേഷന് സഹകരിച്ച നേഴ്സുമാരുടെയോ അനാസ്ഥ മൂലം വയറിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മറന്നുവെച്ച ആളുകളുടെ വേദനയും വിഷമവും വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടായി ചിത്രീകരിക്കാൻ വേണ്ടി ഭരണപക്ഷത്തുള്ള ആളുകളും ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവതരമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് ആലോചിച്ച് നോക്കിയാലേ മനസ്സിലാകൂ. ആ രോഗി അനുഭവിച്ച, അതായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയ ഉഷ ജോസുകുട്ടിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയ ഹർഷതിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ രാഷ്ട്രീയ പകപോക്കലാക്കി എങ്ങനെയാണ് കാണാൻ കഴിയുക? ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയും അവരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് ഹർഷിന ഇപ്പോൾ മാധ്യമ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ തുറന്നടിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി തനിക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം തരും എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപയാണ് തനിക്ക് കഴിഞ്ഞ ഇത്രയും നാളുകൾ കൊണ്ട് ഉണ്ടായ വേദനയ്ക്കും താൻ അനുഭവിച്ച കടബാധ്യതയ്ക്കുമെല്ലാം പരിഹാരമായി അവർ നൽകിയത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ജുഗുപ്സാവഹമായ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് ഹർഷിന മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയത്. ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ആരോഗ്യ നയത്തിന് നേരെയുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. ലോകോത്തരമായ ചികിത്സയാണ് കേരളത്തിൽ ലഭ്യമാകുന്നത്. കേരളത്തിലെ ആശുപത്രിക്ക് മുന്നിൽ കിടക്കുന്ന കാറുകൾ പരിശോധിച്ചാൽ എല്ലാം BMW മുതലുള്ള വലിയ മുന്തിയ കാറുകളാണ്. അതായത്
വലിയ വലിയ ധനാഢ്യന്മാർ പോലും സർക്കാർ ആശുപത്രിയിലെ മികച്ച ചികിത്സ കണ്ട് അങ്ങോട്ട് ചികിത്സിക്കാൻ വരുന്നു എന്നാണ് മുഖ്യമന്ത്രി പോലും ഒരു പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത്. ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇത് തന്നെയാണ് പറഞ്ഞത്. ലോകോത്തരമായ ചികിത്സാ സമ്പ്രദായങ്ങൾ ലഭ്യമാകുന്നു സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിയുന്ന ആളുകളുടെ വയറ്റിലാണ് കത്രിക സൂക്ഷിക്കാനുള്ള സ്റ്റാൻഡായി ഇവർ കാണുന്നത് എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളായി സർക്കാരിനെയും സർക്കാർ ആശുപത്രികളിൽ അനാസ്ഥ കാണിക്കുന്ന ഡോക്ടേഴ്സിനെയും പരിഹസിച്ചുകൊണ്ട് ഓരോരോ അഭിപ്രായ പ്രകടനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് തന്നെയായാലും മനഃപൂർവ്വം ആരും ഇത് ചെയ്യും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അങ്ങനെ മനസ്സിലാക്കുന്നുമില്ല. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ അഭയം പ്രാപിക്കുമ്പോൾ അവർക്ക് കൃത്യമായ രീതിയിൽ ചികിത്സ ലഭിക്കാതെ അല്ലെങ്കിൽ ചികിത്സയിൽ ഇത്തരം പിഴവുകൾ സംഭവിക്കുന്നു, ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്നു എന്നുള്ളത് ഒരു കാരണവശാലും ആശാവഹമല്ല. ഹർഷീന മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയും സർക്കാരിൻ്റെ ചികിത്സാ പിഴവുകൾക്കെതിരെയും നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. 2017 നവംബർ 30-ന് എനിക്ക് നടന്ന 3ാമത്തെ സിസേറിയനിലാണ് ഇത് സംഭവിച്ചത്. അതിൽ യാതൊരു സംശയവും എനിക്കുമില്ല, ഇത് അറിയുന്ന മനുഷ്യന്മാർക്ക് ആർക്കുമില്ല. കാരണം അത്രയധികം ഇപ്പോൾ ഇതുവരെ പറഞ്ഞ പോലെ MRI സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൻ്റെ എല്ലാ തെളിവുകളുടെ അടക്കം നമ്മൾ തെളിയിച്ച് കഴിഞ്ഞു. ആ ഒരു 5 വർഷം 4 വർഷവും 10 മാസവും വയറിൽ ഇത് കൊണ്ട് നടന്നു. പല തരത്തിലുള്ള ചികിത്സകൾ നടത്തി, പലതരത്തിലുള്ള ഇൻഫെക്ഷനുകളും പല രൂപത്തിൽ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ എല്ലാതരം ശാരീരിക മാനസിക വേദനകളൊക്കെ സഹിച്ചു. അവസാനം ഇക്ര ഹോസ്പിറ്റലിൽ നടന്ന CT സ്കാനിങ്ങിലാണ് ശരീരത്തിൽ എന്തോ ഒരു ലോഹ കഷ്ണം, അന്നും കത്രിക നമ്മൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആർട്ടറി ഫോർസെപ്സ് ആണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ 2022 സെപ്റ്റംബർ 17-ന് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത് പുറത്തെടുക്കുന്നത്. പുറത്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത്രയും വലിയൊരു സാധനമാണ് വയറിൽ കിടന്നതെന്നും അറിയുന്നതും. അറിഞ്ഞ് നമ്മൾ തന്നെ ഷോക്കായി പോകുന്ന ഒരവസ്ഥയും അതിന് ശേഷമുള്ള വേദനകളും പ്രയാസങ്ങളും കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് സാധാരണ ഒരു നോർമലിലേക്ക് എത്താൻ. അത് കഴിഞ്ഞ് 2022 സെപ്റ്റംബർ 29-ന്, അതായത് അവിടുന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ദിവസം തന്നെ ഞാൻ എൻ്റെ കൈപ്പടയിൽ എഴുതിയ ആരോഗ്യമന്ത്രിക്ക് ഞാൻ എഴുതിയ പരാതിയാണ് ആദ്യമായിട്ട് അയക്കുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഈ ലാസ്റ്റ് സിസേറിയനിലാണ് നടന്നിട്ടുള്ളത്, ഇവിടുന്ന് കത്രിക പുറത്തെടുത്തിട്ടുണ്ട്, ഇതിൽ എനിക്കുണ്ടായ വേദനകളും പ്രയാസങ്ങളും പരിഗണിച്ചിട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള രൂപത്തിൽ. അത് അവർ സ്വീകരിച്ച ശേഷം നമുക്ക് മറുപടിയായിട്ട് വന്നു, ഇത് പരിഗണിക്കുക, ഇതിനൊരു മറുപടി ഉണ്ടാവും എന്നൊക്കെയുള്ള രൂപത്തിൽ. അങ്ങനെ പിന്നെ 3 തരത്തിലുള്ള അന്വേഷണം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, 3 വിഭാഗത്തെ വെച്ചിട്ട്. അതിലൊന്നിലും അവർ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തോ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തോ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഹർഷിനക്ക് 3 സിസേറിയൻ നടന്നിട്ടുണ്ട്, 2012, 2017, 2018 അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർഷം തട്ടി കളിക്കുക എന്നല്ലാതെ ഒരു തരത്തിൽ ഇവർ അംഗീകരിച്ചതേ ഇല്ല. നമ്മളെ കയ്യിലുള്ള എല്ലാ സ്കാനിങ് റിപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും കൊടുത്തപ്പോൾ പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരിക്കലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് അനുകൂലമായിട്ട് ഒരു മറുപടി വരില്ല. അങ്ങനെയാണ് 6 മാസം കഴിഞ്ഞിട്ട് 2023 ഫെബ്രുവരി 28-ന് ഞങ്ങൾ കുടുംബം ഗവൺമെൻറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. കാരണം ഇതിനൊരു നീതി വേണം, ഞങ്ങൾക്കൊരു പരിഹാരം ഇതിനുണ്ടാവണം എന്നുള്ളത് കൊണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് ഒരു സമിതി രൂപീകരിക്കുന്ന സമരം എന്താണെന്നുള്ള രൂപത്തിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് 2022 മാർച്ച് 2-നാണ് നമ്മൾ തന്നെ നേരിട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നത്. ഈ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ പോലീസിന് ഇതൊരു ക്രിമിനൽ കുറ്റം കൂടാണല്ലോ, ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരാളെ വയറ്റിൽ വെച്ച് സർജറിക്കിടെ മറന്നു വെക്കുക എന്നുള്ളത്. നമുക്കുണ്ടായ ഒരു പക്ഷേ നമ്മളെ ജീവൻ പോലും അപകടത്തിലാവും, അല്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടാവുന്നൊരു കാര്യമായിരുന്നു. ആ ഒരു പോലീസ് കേസ് എന്ന് പറയുന്നത് 2023 മാർച്ച് 2-നാണ് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് FIR ഇടുന്നത്. അതിനൊക്കെ ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് മന്ത്രി ഇടപെടുന്നതും. മന്ത്രി വന്നിട്ട് ഞങ്ങൾ പോലീസിന് കൈമാറി, ആഭ്യന്തര വകുപ്പിന് കൈമാറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ കൊടുത്ത പരാതിയിലാണ് പോലീസ് അന്വേഷിച്ച് അത് കണ്ടെത്തുന്നതും. അതിനുശേഷം മന്ത്രി വന്ന് കെട്ടിപ്പിടിച്ച് ഇത് പരിഹാരം പറഞ്ഞ് നമ്മൾ ആ ഒരു സമരം അവിടെ നിർത്തിക്കുക. അപ്പോൾ അരമണിക്കൂർ നേരം സംസാരിച്ചിട്ട് നമ്മളെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് നമുക്ക് ഇത്രയും നഷ്ടങ്ങളുണ്ട്, അതിനൊരു നഷ്ടപരിഹാരവും ഇത് ചെയ്തവർക്ക് ഒരു ശിക്ഷാ നടപടിയും നിർബന്ധമായി വേണം, അത് ഉറപ്പ് തന്നിട്ടാണ് അവിടുന്ന് മന്ത്രി, അവിടെ എല്ലാവരും ഉണ്ട്, നിങ്ങളടക്കം മീഡിയക്കാരടക്കമുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഉറപ്പ് തന്നു പോകുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിയല്ലേ നമുക്ക് ഉറപ്പ് വരുന്നത്. ആ ഉറപ്പിൽ നമ്മൾ അന്ന് വിശ്വസിച്ചു, നമ്മൾ പ്രതീക്ഷിച്ചു എന്തായാലും 15 ദിവസത്തിനുള്ളിലാണ് പരിഹാരം പറഞ്ഞത്. 15 ദിവസം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പരിഹാരം ആവാത്ത അവസ്ഥയിൽ ഞങ്ങൾ അടുത്ത സമരം ഇരിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ
പെട്ടെന്നൊരു പ്രഖ്യാപനം വന്ന് ഹർഷിനക്ക് നഷ്ടപരിഹാരമായിട്ട് 2 ലക്ഷം രൂപ മന്ത്രിസഭായോഗം കൂടി തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പം മന്ത്രി പറയുന്ന ഒരു സമാശ്വാസം ഹർഷിനക്ക് നൽകിയില്ലേ, ഇന്നലെ ഏതോ റിപ്പോർട്ടറെ ഞെട്ടിച്ചിട്ടൊക്കെ പറയുന്നു കേട്ടു. നൽകിയില്ലേ. എവിടെ നൽകി? എന്ത് സമാശ്വാസം നൽകി? ഹർഷിനക്ക് ഇത് മുഴുവനായിട്ട് ഇത്രയും കാലം അനുഭവിച്ച, ഇനിയും അനുഭവിക്കാനിരിക്കുന്ന, ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരമായിട്ട് 2 ലക്ഷം രൂപ നൽകിയിട്ടാണ് ഹർഷിനക്കെല്ലാം നൽകി. ഹർഷിനൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ പലതും ചെയ്തു. ഞങ്ങൾക്ക് എന്ത് പിഴവ് പറ്റിയെന്ന് വെച്ചു. ആരോഗ്യമന്ത്രി എന്ന നിലക്ക് പൂർണ്ണമായിട്ട് 100% പിഴവാണ്, 100% പരാജയമാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ ഒരു രാഷ്ട്രീയവും ഇല്ല. ഇവിടെ എൻ്റെ ജീവനും ഞങ്ങൾക്ക് സംഭവിച്ച ഇത്രയും വലിയൊരു നഷ്ടത്തിൽ ഇപ്പോൾ 4 വർഷമാവാനായല്ലോ സംഭവിച്ചിട്ട്. എന്നിട്ട് ഇത്രയും കാലം കൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിലൊരു നീതി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് വീണ്ടും ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. പിന്നെ എന്ത് നൽകിയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്?